മലപ്പുറം അംബേദ്കർ സ്റ്റേഡിയത്തിൽ അംബേദ്കർ ഫ്രണ്ട്സ് ലീഗ് 2025 ആദ്യമായിട്ടാണ് അവർ സംഘടിപ്പിക്കുന്നത്. അതിൽ ഇന്ത്യൻ കേരള സന്തോഷ് ട്രോഫി യൂണിവേഴ്സിറ്റിയിലൊക്കെ കളിച്ച ഒരുപാട് പ്ലെയേഴ്സ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ACP ആൻസനാണ്, ഇൻ്റർനാഷണൽ പ്ലെയറാണ്, പുള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങളായിട്ട് നിന്ന് പങ്കുവെക്കുന്നത്. അതായത് ആ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തീർച്ചയായിട്ടും മോർണിംഗ് 6:30 തന്നെ എല്ലാവരും ഹാജരായി. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു വികാരവും വിചാരവും ആവേശമൊക്കെയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരെയും ഒരു നിറ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. പ്രകൃതി പോലും അനുകൂലമായിരുന്നു. ആദ്യം ഒന്ന് പേടിപ്പിച്ചെങ്കിലും അനുകൂലമായിരുന്നു. നിത്യവും കളിച്ച് പോകുന്ന യുവാക്കളാണ്, ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇത് സംഘടിപ്പിച്ചത്. ചെറുപ്പക്കാരെന്ന മുതൽ 60 വയസ്സുകാരെ മുതൽ 18 വയസ്സ് വരെ ഉണ്ട്. അതിൽ സ്ത്രീ സാന്നിധ്യമായിട്ടുള്ള അന്നമോള് വരെ ഉണ്ട്. നിത്യവും ഈ ഗ്രൗണ്ടിൽ കളിച്ചു പോകുന്നവരാണ്. അതുകൂടാതെ ഇവരെയൊക്കെ പേരെടുത്ത് പറയേണ്ടതാണ്. കാരണം ഇവർ ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. സംഘാടക മികവ് എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ അവരുടെ പേരൊക്കെ ജസ്റ്റ് എടുത്ത് പറഞ്ഞു പോണ്. എല്ലാവരുടെ പേര് പറയാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ ചിലരുടെ പേര് വിട്ടുപോകാൻ ക്ഷമിക്കണം. വിൽസൺ, റഫീഖ്, അഷ്റഫ്, വിനോദ്, വിനയൻ, റോമി, ജോഷി, രാജേഷിന് 2-3 പേരുണ്ട്. അച്ചു, രമേഷ് 3 പേരുണ്ട്. ഇമ്മട്ടി, ജെഫ്രി, മുരളി, അഭയൻ, ജസ്റ്റിൻ, സാജൻ, രാജു, അതുകൂടാതെ തന്നെ കണ്ണൻ, തോമസ്, ഷൈജു, പ്രതീഷ്, ദീപു, കുര്യൻ, പോത്തി, ശക്തി, സുനിൽ, റെഡ്, കുഞ്ഞുമോൻ, റോൺ, നീൽ, അന്നമോള്, സതീഷ്, ബിജു, ഫിറോസ്, സമീസ്, നാസർ, സജീവൻ, ജോയി, ശ്രീകുമാർ, ജഗതി, സ്റ്റീഫൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നിറസാന്നിധ്യമാണ്. പക്ഷേ ഇന്ന് എത്താൻ പറ്റിയില്ല. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു ആവേശമാണ് സ്റ്റീഫന്. അതുകൂടാതെ സുധീറും ഇന്ന് പുറത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുറേ പേരെടുത്ത് പറയാനുണ്ട്, ഇനിയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. അതുകൂടാതെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആവേശം നിറഞ്ഞ കളിയായിരുന്നു. എല്ലാവർക്കും ഒരേ പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 4 ടീമായിരുന്നു. ഒരാൾ പോലും ഗോൾ അടിക്കാൻ പറ്റില്ല. പക്ഷേ ആവേശം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള കളിയൊക്കെ തന്നെയായിരുന്നു. അടുത്ത ഞായറാഴ്ചയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും കാണാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും ഇവരെ വന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തലമുറയെ ഇതേപോലെ വാർത്തെടുക്കുന്നതിൽ ഇവർ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്ത് ആൻസൺ ഉദ്ഘാടനം ചെയ്ത് പുറകെ ചെറിയൊരു മധുര വിതരണം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു സംഘാടക മികവ് എടുത്തു കാണിച്ച ഒരു പ്രോഗ്രാം തന്നെയാണ്, സംശയം വേണ്ട. അപ്പോൾ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, മനഃപൂർവ്വമല്ല. ആവേശം നിറഞ്ഞ കളി നേരിട്ട് കാണാൻ പറ്റിയത് അതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന നേരത്ത് സ്വല്പ നേരമെങ്കിലും ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നിങ്ങളും ഇതിൽ ഒരു ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. സംഘാടക മികവ് വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കയ്യടി കൊടുക്കുക.